പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ബൂഢി കാക്കി എന്ന പാഠഭാഗമാണ് പഠിക്കുന്നത്. മുൻഷി പ്രേംചന്ദിന്റെ കഥയെ ആസ്പദമാക്കി ഗുൽസാർ ഒരുക്കിയ ഒരു ലഘുചിത്രത്തിന്റെ പരിചയപ്പെടുത്തലാണിത്. ഈ പാഠഭാഗത്തിന്റെ മീനിങ്ങും കൂടെ ടെക്സ്റ്റ് ബുക്ക് ചോദ്യോത്തരങ്ങളും നമുക്കിന്ന് ചർച്ച ചെയ്യാം. ബൂഢി കാക്കി എന്നാൽ വൃദ്ധയായ അമ്മായി എന്നാണ് അർത്ഥം. ഈ പാഠഭാഗം ഒരു ശസ്തി അഥവാ ബ്ലേബാണെന്ന് പറയാം. അതായത് ഒരു സിനിമയെക്കുറിച്ചോ പുസ്തകത്തെക്കുറിച്ചോ വായനക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനായി നൽകുന്ന ലഘുവിവരണമാണ് ശസ്തി अथवा ब्लर्ब। आधुनिक हिंदी साहित्य के कालजयी कथाकार प्रेमचंद की एक मार्मिक कहानी है बूढ़ी काकी। ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച കഥാകാരനായ പ്രേംചന്ദിന്റെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് बूढ़ी काकी। मानवीय करुणा की भावना से ओतप्रोत इस कहानी में बुढ़ापे की समस्या को प्रस्तुत किया गया है। മാനുഷികമായ കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ കഥയിൽ വാർദ്ധക്യകാലത്തെ പ്രശ്നങ്ങളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. वृद्धजनों की जायदाद संपत्ति लेने के बाद उनकी उपेक्षा करने वाले सामाजिक यथार्थ की ओर कहानी इशारा करती है. മുതിർന്നവരുടെ സ്വത്തുക്കളും സമ്പാദ്യവും കൈക്കലാക്കിയ ശേഷം അവരെ അവഗണിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ കഥ വിരൽ ചൂണ്ടുന്നത്. बूढ़ी काकी को विधवा हुए 5 वर्ष हो चुके हैं. उसके जवान बेटे की भी अकाल मृत्यु हुई. बूढ़ी काकी വിധവയായിട്ട് 5 വർഷം കഴിഞ്ഞു. അവളുടെ യൗവനയുക്തനായ മകനും അകാലത്തിൽ മരണപ്പെട്ടു. इस संसार में बूढ़ी को अपना कहने वाला कोई नहीं. काकी अपनी सारी संपत्ति भतीजे के नाम करवाकर उसके साथ रहती थी. ഈ ലോകത്ത് ആ വൃദ്ധയ്ക്ക് തന്റേതെന്ന് പറയാൻ ആരുമില്ല. കാക്കി തന്റെ സ്വത്തുക്കളെല്ലാം അനന്തരവന്റെ പേരിൽ എഴുതിക്കൊടുത്ത് അവനോടൊപ്പമാണ് താമസിച്ചിരുന്നത്. इंसान के लालच की कोई सीमा नहीं होती. बुद्धिराम और रूपा अपनी काकी के प्रति तब तक बहुत अच्छे रहते हैं जब तक कि वो उन्हें अपनी सारी संपत्ति उपहार में नहीं दे देती. മനുഷ്യന്റെ അത്യാഗ്രഹത്തിന് അതിരുകളില്ല. കാക്കി തന്റെ സ്വത്തുക്കളെല്ലാം അവർക്ക് ദാനമായി നൽകുന്നതുവരെ മാത്രമാണ് ബുദ്ധിരാമും രൂപയും അവളോട് നന്നായി പെരുമാറുന്നത്. वे लोग बात बात पर बूढ़ी काकी का अपमान और तिरस्कार करते थे. भरपेट भोजन से भी वह वंचित थी. അവർ ഓരോ ചെറിയ കാര്യത്തിനും ആ വൃദ്ധയെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്തിരുന്നു. വയറു നിറയെ ഭക്ഷണം പോലും അവൾക്ക് ലഭിച്ചിരുന്നില്ല. जो रिश्ते ढीली बुनियाद पर टिके होते हैं वे रिश्ते ही खत्म हो जाते हैं. ദുർബലമായ അടിത്തറയിൽ കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നു. छोटी लड़की लाडली परिवार में एकमात्र ऐसी है जो उस गरीब आत्मा की देखभाल करती है. ആ കുടുംബത്തിൽ ചെറിയ പെൺകുട്ടിയായ ലാഡ്ലി മാത്രമാണ് ആ പാവം വൃദ്ധയെ പരിചരിക്കാനുള്ള ഏക വ്യക്തി. मुंशी प्रेमचंद की अविस्मरणीय कहानी पर गुलजार की संवेदनशील और मार्मिक लघु फिल्म. മുൻഷി പ്രേംചന്ദിന്റെ മറക്കാനാവാത്ത കഥയെ ആസ്പദമാക്കി ഗുൽസാർ ഒരുക്കിയ വികാരനിർഭരവും ഹൃദയസ്പർശിയായതുമായ ലഘുചിത്രം. കുട്ടികളെ, ഇനി ചോദ്യം വായിക്കാം. ഫിലിം ദേഖേം, മുഖ്യ ഘടനാവോं को सूचीबद्ध करें. സിനിമ കാണുക, പ്രധാന സംഭവങ്ങൾ പട്ടികപ്പെടുത്തുക. ഉത്തർ: बूढ़ी काकी अपनी सारी संपत्ति भतीजे बुद्धिराम के नाम करती है. बूढ़ी काकी തന്റെ സകല സ്വത്തുക്കളും അനന്തരവനായ ബുദ്ധിരാമിന്റെ പേരിലാക്കുന്നു. संपत्ति मिलने के बाद बुद्धिराम और रूपा काकी की उपेक्षा करने लगते हैं. സ്വത്ത് ലഭിച്ചതിനു ശേഷം ബുദ്ധിരാമും രൂപയും കാക്കിയെ അവഗണിക്കാൻ തുടങ്ങുന്നു. काकी को समय पर भरपेट भोजन भी नहीं मिलता. കാക്കിക്ക് കൃത്യസമയത്ത് വയറു നിറയെ ഭക്ഷണം പോലും ലഭിക്കുന്നില്ല. परिवार में केवल लाडली ही काकी से प्यार और सहानुभूति रखती है. കുടുംബത്തിൽ ലാഡ്ലി മാത്രമാണ് കാക്കിയോട് സ്നേഹവും സഹാനുഭൂതിയും കാണിക്കുന്നത്. लिखें, फिल्म के मुख्य पात्र कौन कौन है? എഴുതുക, സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? उत्तर: बूढ़ी काकी, बुद्धिराम, रूपा और लाडली फिल्म के मुख्य पात्र हैं.
ബൂഢി കാക്കി, ബുദ്ധിരാം, രൂപ, ലാഡ്ലി എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ബതായേ, യേ ഫിൽം കിസ് സമസ്യ കി ഓർ സങ്കേത് കർത്തി ഹൈ? പറയുക, ഈ സിനിമ ഏതു പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഉത്തർ, യേ ഫിൽം ബുഢാപ്പെ കി സമസ്യ ഓർ വൃദ്ധജനോं की उपेक्षा की ओर संकेत करती है. ഈ സിനിമ വാർദ്ധക്യകാലത്തെ പ്രശ്നങ്ങളിലേക്കും മുതിർന്നവരോടുള്ള അവഗണനയിലേക്കും വിരൽ ചൂണ്ടുന്നു. ഇസ് പർ ധ്യാൻ ദേ. കുട്ടികളെ, ഈ ഭാഗം നമ്മൾ വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഞാൻ വായിച്ചു തരാം. ഷസ്തി അഥവാ ബ്ലേബ് ക്യാ ഹെ? ഷസ്തി അഥവാ ബ്ലേബ് എന്നാൽ എന്ത്? ब्लर्ब किसी पुस्तक, सिनेमा या अन्य सृजन कार्य के प्रचार के लिए लिखे जाने वाले प्रेरक सारांश है. ഒരു പുസ്തകം, സിനിമ അല്ലെങ്കിൽ മറ്റ് സർഗാത്മക സൃഷ്ടികളുടെ പ്രചാരണത്തിനായി എഴുതപ്പെടുന്ന പ്രേരണാത്മകമായ സാരാംശമാണ് ബ്ലർബ്. ब्लर्ब में किताब या फिल्म से संबंधित महत्वपूर्ण बातों को ही शामिल किया जाता है. ബ്ലർബിൽ പുസ്തകത്തെയോ സിനിമയെയോ സംബന്ധിക്കുന്ന സുപ്രധാന കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. इसमें रचना और रचनाकार से संबंधित संक्षिप्त विवरण शामिल होगा. ഇതിൽ കൃതിയെക്കുറിച്ചും രചയിതാവിനെക്കുറിച്ചുമുള്ള സംക്ഷിപ്ത വിവരണമുണ്ടാകും. किसी लोकप्रिय पात्र हो तो उसका भी जिक्र करना अच्छा होगा. ജനപ്രിയമായ ഏതെങ്കിലും കഥാപാത്രമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതും നന്നായിരിക്കും. ब्लर्ब आमतौर पर किताब या प्रचारण सामग्री के पिछले आवरण पृष्ठ पर छपा जाता है. സാധാരണയായി പുസ്തകങ്ങളുടെയോ പ്രചാരണ സാമഗ്രികളുടെയോ പിൻകവറിലാണ് ബ്ലർബ് അച്ചടിക്കുന്നത്. ब्लर्ब के छापने का मुख्य उद्देश्य रचना की तरफ पाठक या दर्शक को आकर्षित करना है. കൃതിയിലേക്ക് വായനക്കാരെയോ പ്രേക്ഷകരെയോ ആകർഷിക്കുക എന്നതാണ് ബ്ലർബ് അച്ചടിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം. ब्लर्ब पढ़ते ही पाठक या दर्शक കിതാബ് പഠനെ യാ ഫിൽം ദേഖ്നെ കെ ലിയെ പ്രേരിത് ഹോ ജായേ. ബ്ലർബ് വായിക്കുമ്പോൾ തന്നെ വായനക്കാരൻ പുസ്തകം വായിക്കാനോ സിനിമ കാണാനോ പ്രേരിപ്പിക്കപ്പെടണം. ഇസ് ദൃഷ്ടി സെ ദേഖാ ജായേ തോ ബ്ലർബ് സ്വയം ഹി ഏക് സൃജനാത്മക് കാര്യ ഹൈ. ഈ രീതിയിൽ നോക്കിയാൽ ബ്ലർബ് എന്നത് തന്നെ ഒരു സർഗാത്മകമായ പ്രവൃത്തിയാണ്. ഇസ്കി ഭാഷ ഓർ പ്രസ്തുതി കി ശൈലി അനോഖി ഹോ താക്കി പഠ്തേ ഹി പാഠക് രചന കെ പ്രതി ആകർഷിത് ഹോ ജായേ. ഇതിന്റെ ഭാഷയും അവതരണ ശൈലിയും വ്യത്യസ്തമായിരിക്കണം. അങ്ങനെ വായനക്കാർ കൃതിയിലേക്ക് ആകർഷിക്കപ്പെടും. കിതാബ് കി ഷസ്തി കാ യഹ് നമൂന പഠേं. പുസ്തകത്തിന്റെ ബ്ലർബിന്റെ ഈ മാതൃക വായിക്കുക. गोदान. प्रेमचंद के उपन्यासों में एक तरफ तो किसान जीवन का विशद चित्रण मिलता है, वहीं दूसरी ओर उनमें पतनशील और उदीयमान सामाजिक शक्तियों की असाधारण पहचान दिखाई देती है. പ്രേംചന്ദിന്റെ നോവലുകളിൽ ഒരു വശത്ത് കർഷക ജീവിതത്തിന്റെ വിശദമായ ചിത്രീകരണം കാണാം, മറുവശത്ത് അവയിൽ അധപതിക്കുന്നതും ഉദിച്ചുയരുന്നതുമായ സാമൂഹിക ശക്തികളുടെ അസാധാരണമായ തിരിച്ചറിവും കാണാൻ കഴിയും. ഗോദാൻ അനേക അർത്ഥമേം സർവഥ അനൂഠി രചന ഹെ. ഗോദാൻ പല അർത്ഥത്തിലും തികച്ചും സവിശേഷമായ ഒരു കൃതിയാണ്. इसने मुनाफे और मेहनत की दुनिया के बीच गहराती खाई को उन्होंने बड़ी बारीकी से चित्रित किया है. ലാഭത്തിന്റെ ലോകവും അധ്വാനത്തിന്റെ ലോകവും തമ്മിൽ വർദ്ധിച്ചുവരുന്ന അകൽച്ചയെ അദ്ദേഹം വളരെ സൂക്ഷ്മമായി ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. गोदान में अनेक किसान पात्रों को उभार कर रखने के बदले उनका ध्यान होरी पर केंद्रित रहा है. ഗോദാനിൽ അനേകം കർഷക കഥാപാത്രങ്ങളെ ഉയർത്തിക്കാട്ടുന്നതിനു പകരം അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഹോരി എന്ന കഥാപാത്രത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. उसके चरित्र में उन तमाम किसानों की विशेषताएं मौजूद हैं जो जमींदारों और महाजनों की धीमे धीमे किंतु बिना रुके चलने वाली चक्की में पिसने के लिए अभिशप्त हैं. ജന്മികളുടെയും പണമിടപാടുകാരുടെയും സാവധാനത്തിലുള്ളതും എന്നാൽ തടസ്സമില്ലാത്തതുമായ ചൂഷണത്തിനിരയാകാൻ വിധിക്കപ്പെട്ട എല്ലാ കർഷകരുടെയും സവിശേഷതകൾ ഹോരിയുടെ സ്വഭാവത്തിലുണ്ട്. बार बार पढ़ने के बाद भी इस रचना की ताजगी खत्म नहीं होती. यह इसकी महानता है. പലതവണ വായിച്ചാലും ഈ കൃതിയുടെ പുതുമ നഷ്ടപ്പെടുന്നില്ല. അതാണിതിന്റെ മഹത്വം. ചോദ്യം: കിസി മനപസന്ദ് കിതാബ് യാ ഫിലം കി ഷസ്തി തയ്യാർ കരേ. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും പുസ്തകത്തിന്റെയോ സിനിമയുടെയോ ബ്ലർബ് തയ്യാറാക്കുക.
കുട്ടികളെ, ഉത്തരം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നു. കൂടെ അർത്ഥവുമുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം. इकाई के पाठों से एक बार और गुजरे. താലിക की പൂർത്തി करें. പാഠഭാഗങ്ങളിലൂടെ ഒരിക്കൽ കൂടി കടന്നുപോകുക. പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ വാചകങ്ങൾ വായിച്ചിട്ട് ശരിയാണോ തെറ്റാണോന്ന് അടയാളപ്പെടുത്താനുള്ളതാണ്. ഓക്കെ? ബഡാ ഭായി നദീമേം കൂത്കർ ഛോട്ടേ കി ജാൻ ബചാതാ ഹെ. വലിയ സഹോദരൻ നദിയിൽ ചാടി ചെറിയവന്റെ ജീവൻ രക്ഷിക്കുന്നു. ഉത്തർ സഹി, ശരിയാണ്. കൈ ദിനോം കെ ബാദ് കവി ഗ്രാമീണ സൗന്ദര്യ കാ ആസ്വാദൻ കർത്തേ ഹെ. പല ദിവസങ്ങൾക്ക് ശേഷം കവി ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കുന്നു. ഉത്തർ സഹി, ശരിയാണ്. ബുദ്ധിരാം ഓർ രൂപ ഹമേശ ബൂഢി കാക്കി കാ ആദർ കർത്തേ ഥേ. ബുദ്ധിരാമും രൂപയും എപ്പോഴും ബൂഢി കാക്കിയെ ബഹുമാനിച്ചിരുന്നു. ഉത്തർ ഗലത്, തെറ്റാണ്. ബൂഢി കാക്കിക്ക് യുവാപുത്രിക്ക് അകാൽ മൃത്യു ഹുയി. ബൂഢി കാക്കിയുടെ മകൻ അകാലത്തിൽ മരണപ്പെട്ടു. സഹി. ദോ ബാലക് കപ്പടെ സുഖാനെ കെ ലിയെ ധൂപ് മേ ഖേൽത്തെ ഹെ. രണ്ടു കുട്ടികൾ തുണി ഉണക്കാൻ വെയിലത്ത് കളിക്കുന്നു. ഗലത്. അപ്നെ ഗാവ് കി ഹാലത് ദേഖ്കർ കവി ബഹുത് പരേശാൻ ഹെ. തന്റെ ഗ്രാമത്തിന്റെ അവസ്ഥ കണ്ട് കവി വലിയ വിഷമത്തിലാണ്. ഗലത്. മെഹനതി ബാലികാओं का गाना मन में खुशी लाता है. അധ്വാനശീലരായ പെൺകുട്ടികളുടെ പാട്ട് മനസ്സിൽ സന്തോഷം നൽകുന്നു. സഹി. കുട്ടികളെ, ഇതോടെ നമ്മുടെ പാഠഭാഗം പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത്. നന്ദി.